മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള ബാങ്കിൻ്റെ സിലബസ് വന്നിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 63/2024, കാറ്റഗറി നമ്പർ 64/2024 സിലബസ് ഇവിടെ പ്രസിദ്ധീകരിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിശയകരം അല്ലെങ്കിൽ ഒരു നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് പറയട്ടെ, JC-യുമായിട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം, അതിൻ്റെ സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ കേരള ബാങ്കിന് അവർ വന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എന്താണെന്നുള്ളത്. അതായത് 50 മാർക്കിന് കോർപ്പറേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ കോർപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റത്തിന് 5 മാർക്കും, ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് 5 മാർക്ക്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതിൽ ഇപ്പോൾ നമ്മൾ PCADB, SCADB തുടങ്ങിയിട്ടുള്ള NAFED തുടങ്ങിയിട്ടുള്ള കുറേ ഫെഡറേഷനെ കുറിച്ചിട്ടാണ്, അത് 7 മാർക്കും. അതേപോലെ NAFED, IFCO, CRIPCO, NABARD, NDDB, NCDC തുടങ്ങിയവർക്ക് 5 മാർക്കും. പിന്നെ വരുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റിനാണ്, അതിന് 6 മാർക്കും. പിന്നീട് വരുന്ന ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിന് 6 മാർക്കും, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടിന് 5 മാർക്കും, സോഴ്സ് ഓഫ് ഫണ്ടിന് 5 മാർക്കും. അതേപോലെ നമ്മുടെ കോപ്പറേറ്റീവ് ലോ അതിന് 6 മാർക്കും. അങ്ങനെ ടോട്ടൽ 60 മാർക്കാണ് കോർപ്പറേഷനുള്ളത്. പിന്നെ ബാക്കിയുള്ള 40 മാർക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ ഒറിജിനാണ്, അതായത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പാർട്ടിനാണുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ, അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, നമ്മുടെ സെൻട്രൽ ബാങ്കിങ്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രീ ലിബറലൈസേഷൻ പീരീഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, banking legislations in India, recent practices of banking, law relating to negotiable instrument, agriculture and microfinance, technological advances, recent trends in banking. അതേപോലെ നമ്മൾ സൈബർ ലോ, ഹാർഡ്വെയർ, മെമ്മറി ഡിവൈസസ്, ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സൈബർ ക്രൈംസ് തുടങ്ങിയിട്ടുള്ള എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് എബോവ് ക്വസ്റ്റ്യൻസ് അതർ ടോപ്പിക്സ് മേ പ്രിസ്ക്രൈബ്ഡ് അക്കോർഡിംഗ് ടു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണിത്. നമുക്ക് ഇനിയും 3 മാസങ്ങൾ, ഇപ്പോൾ JCA പഠിക്കുന്നവരാണെങ്കിൽ ഏകദേശം പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കേരള ബാങ്കിന് മാത്രമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും 3 മാസങ്ങൾ ബാക്കിയുണ്ട്. ഒക്ടോബറിലാണ് എക്സാം എന്ന് പറയുന്നത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇനിയും 3 മാസങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ട്രാക്കിൽ തന്നെ പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ്. എന്തായാലും 2024 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ഇയർ ആണെന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യുക, ഇനിയും പഠിക്കാത്തവരെ കറക്റ്റ് ട്രാക്കിൽ തന്നെ പഠിച്ചു പോവുക. സോ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.